അപ്പോൾ ഇവിടെ കുറച്ചു കാലം മുൻപ് വരെ നിരന്തരം വരാറുള്ള ഒരു കമന്റിന്റെ പുറത്ത് ഞാൻ ഈ അടുത്തായി കണ്ടൊരു സിനിമ, ഇതൊരു ബോക്സ് ഓഫീസ് വിജയമായ ഒരു സിനിമയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഇറങ്ങിയ സമയത്തും അല്ലെങ്കിൽ അതിനുശേഷം OTT-യിൽ വന്നപ്പോഴുമൊക്കെ ഇതിനെപ്പറ്റി പല പോസ്റ്റുകളും ഞാനും കണ്ടിട്ടുണ്ട്. അതിൽ മിക്കതിലും അവർ പറയുന്നത് ചാക്കോച്ചന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിലെ പരിപാടികളെ ബേസ് ചെയ്തുകൊണ്ട് പഴയ ചോക്ലേറ്റ് ഹീറോ ഇമേജ് ബ്രേക്ക് ചെയ്താൽ ഇങ്ങനെയിരിക്കും എന്നുള്ള ടൈപ്പ് പോസ്റ്റുകളായിരുന്നു. പിന്നെ വൈശാഖും റംസാനും ഒക്കെ അടങ്ങുന്ന വില്ലൻ സംഘത്തെ പറ്റിയും അവരെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിയോൺ റൈഡ് എന്ന സോങ്ങിനെ പറ്റിയും പോസ്റ്റുകൾ കണ്ടിരുന്നു. എന്നാൽ ഒരു പോസ്റ്റിലും ഞാൻ കാണാത്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പടത്തിന് കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ മറ്റൊരു മോഹൻലാൽ ചിത്രവുമായി ഭയങ്കര സാമ്യമുണ്ട്. എന്നാൽ അതാരും എവിടെയും ഒട്ടും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പോൾ ഡയറക്റ്റ് ആ സിനിമയുടെ കോപ്പിയാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ ആ സിനിമയുടെ ഒരു മോർ ഇന്റൻസ് ആൻഡ് റഗ്ഡ് വെർഷൻ എന്ന് വെച്ചാൽ, ആ പടത്തിലെ നായകനായ മോഹൻലാൽ ബിഹേവ് ചെയ്യുന്ന രീതിയും ഈ പടത്തിലെ നായകനായ കുഞ്ചാക്കോ ബോബൻ ബിഹേവ് ചെയ്യുന്ന രീതിയും പോലെ തന്നെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസവും കിടക്കുന്നത്. ആൻഡ് പ്രധാനമായും ഇവ രണ്ടും സിമിലർ ആണെന്നുള്ള തോന്നലിന് ആക്കം കൂട്ടുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, രണ്ടു പടത്തിലെയും ഹീറോയിൻ അഥവാ നായകന്റെ ഭാര്യ അതൊരാളാണെന്ന് തന്നെയാണ്. അപ്പൊ അവരും നായകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും എനിക്ക് മറ്റേ സിനിമയുടെ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് വരികയാണ്. ഇനി മെയിൻ പ്ലോട്ടിൽ ഇതും അതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ പടത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നായകന്റെ ഭാര്യയും കുറ്റവാളികളും തമ്മിൽ പാസ്റ്റിൽ ഒരിടത്ത് കണക്ട് ആവുന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഇറ്റ്സ് എ സെയിം തിങ്, പക്ഷെ മോർ ഓഫ് എൻ ഇന്റൻസ് നാർക്കോട്ടിക് വെർഷൻ ഓഫ് ദാറ്റ് മൂവി. അപ്പൊ ഞാൻ ഏത് പടത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, 5 വർഷം ബാംഗ്ലൂരിലും മൊത്തം 8 വർഷം കർണാടകയിലും ജീവിച്ച ഒരാളാണ് ഞാനും. നമ്മുടെ ശരീരത്തെയും ചിന്താശേഷിയും നശിപ്പിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കില്ല. ഇതൊക്കെ യൂസ് ചെയ്യുന്നതും ഇതിന്റെയൊക്കെ പലതരം പേരുകൾ പറയാൻ അറിയുന്നതുമാണ് മാസ് എന്ന് കരുതുന്നിടത്ത് നിന്നാണ് വീട് വിട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേർ ഇതാദ്യമായി ട്രൈ ചെയ്യുന്നതും പിന്നീട് അഡിക്റ്റഡ് ആവുന്നതും. അപ്പോൾ ഇതോ അല്ലെങ്കിൽ ഇതിന്റെ ലൈറ്റർ വെർഷനായ മദ്യപാനം, സിഗരറ്റ് പോലുള്ള സംഗതികൾ ഉപയോഗിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മാസാവുന്നില്ല മക്കളെ. ആൻഡ് ഉപയോഗിച്ചാൽ പോകുന്നത് സ്വന്തം ലൈഫുമായിരിക്കും.